നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കുർത്തിയുടെ ഒരു നെക്ക് ഡിസൈനാണ് ചെയ്ത് കാണിക്കുന്നത്. സാധാരണ കാണുന്നതിനും വ്യത്യസ്തമായിട്ട് നല്ല ഭംഗിയുള്ള ഒരു നെക്ക് ഡിസൈനാണിത്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ കുർത്തിയുടെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫ്രണ്ട് പാർട്ടാണ്. ആദ്യമേ നമുക്ക് ഇവിടെ നെക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ നെക്ക് വിഡ്ത്തായിട്ട് എടുക്കുന്നത് 3.5 ഇഞ്ചാണ്. അതേപോലെ നെക്കിന് ഇറക്കം എടുക്കുന്നത് 7 ഇഞ്ച്. ഇതൊരു ബോക്സ് ആക്കുക. ഇവിടെ ഒരു ബോക്സ് വരച്ചെടുത്തു. ഇതിനുള്ളിൽ ഞാനൊരു കർവ് വി ഷേപ്പാണ് വരയ്ക്കുന്നത്. ഇപ്പോൾ നെക്കിൻ്റെ ഒരു സൈഡിലെ ഡിസൈനാണ് വരച്ചിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഈ സൈഡിലും മാർക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നല്ല വശങ്ങൾ ചേർത്ത് ഇങ്ങനെ മടക്കിയെടുത്ത് കൊടുത്താൽ മതി. നെക്കിൻ്റെ ഈ സൈഡിലും മാർക്കിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ആം ഹോളിൻ്റെ അവിടെ നിന്നും താഴേക്ക് ഒരു 4.5 ഇഞ്ചിൽ ഒരു മാർക്കിങ് ചെയ്തെടുക്കുക. ഇവിടെ ആം ഹോളിൻ്റെ അവിടെ നിന്നും ഞാനൊരു 4.5 ഇഞ്ചിൽ മാർക്കിങ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ നെക്കിൻ്റെ സെൻറ്ററും മാർക്ക് ചെയ്യണം. ഇനിയും ഈ ലെഫ്റ്റ് സൈഡിലുള്ള മാർക്കിങ് ഈ 4.5 ഇഞ്ചുമായിട്ട് കണക്ട് ചെയ്തെടുക്കുക. നെക്കിൻ്റെ മാർക്കിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നല്ല വശത്ത് മാർക്ക് ചെയ്തത് കറക്റ്റ് നമുക്ക് ഈ സൈഡ് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഈ സൈഡിലാണ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ ഇങ്ങോട്ട് വേണം മാർക്ക് ചെയ്യാൻ. കാരണം എനിക്കിവിടെ വേറൊരു ക്ലോത്തിലാണ് ഇത് കട്ട് ചെയ്ത് മാറ്റി ഇവിടെ വേറൊരു ക്ലോത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അത് ലെഫ്റ്റ് സൈഡിൽ വരത്തക്ക രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. നെക്ക് ക്രോസ് പീസ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് മാർക്ക് ചെയ്യണം. അതേപോലെ ഈ നെക്കിൻ്റെ സെൻറ്റർ കൂടെ ഇങ്ങനെ കുറച്ച് താഴോട്ട് മാർക്ക് ചെയ്ത് അതിനുശേഷം ഇവിടെ കട്ട് ചെയ്തെടുക്കുക. 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുത്ത് ആ മാർക്കിങ്ങിൽ കൂടെ വേണം കട്ട് ചെയ്തെടുക്കാൻ. അതിനുശേഷം ഇവിടെയും ഈ പാർട്ടിലും നമ്മൾ 1/2 ഇഞ്ച് സീം അലവൻസ് കൊടുത്ത് നെക്ക് കട്ട് ചെയ്തെടുത്തു. ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനിവിടെ 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും ഈ പീസ് നമ്മൾ വേറൊരു മാച്ചിങ് ക്ലോത്തിലാണ് കട്ട് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ക്ലോത്തിന് ഇവിടെ എക്സ്ട്രാ ഒരു 1 ഇഞ്ച് കൂടി എക്സ്ട്രാ വിട്ടിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. കട്ട് ചെയ്തെടുത്ത ഈ പീസ് മാച്ചിങ് ആയിട്ടുള്ള ഒരു ക്ലോത്തിൽ വെച്ചതിന് ശേഷം നെക്കും ആം ഹോളും സെയിം മാർക്കിങ്ങിൽ കൂടെ കട്ട് ചെയ്തെടുക്കുക. താഴെ ഈ ഒരു ഭാഗത്ത് ഒരു 1 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തെടുക്കണം. ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുക്കാനുള്ളതാണ്. ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. ആം ഹോളും നെക്കും സെയിം കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ ഒരു 1 ഇഞ്ച് കൂടി എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. നെക്കിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഇവിടെയും മാർക്ക് ചെയ്ത് വെക്കണം. അതിനുശേഷം ക്രോസ് പീസ് ഉപയോഗിച്ച് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കണം. ഇവിടെയും അതേപോലെ ഇവിടെയും ഫിനിഷ് ചെയ്തെടുക്കുക. ഇതേപോലെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്ത് നല്ല വശത്ത് വെച്ച് സാധാരണ നമ്മൾ ക്രോസ് പീസ് ഉപയോഗിച്ച് നെക്ക് ഫിനിഷ് ചെയ്യാറുള്ളത് പോലെ 2 സൈഡിലും നെക്ക് ഫിനിഷ് ചെയ്തെടുക്കണം. ഒരു പീസിൽ ഞാൻ ക്രോസ് പീസ് വെച്ച് നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഹെമ്മിങ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുകയോ ചെയ്യാം. ഞാനിവിടെ ഹെമ്മിങ് ആണ് ചെയ്യുന്നത്. ഇതേപോലെ ഈ പീസിലും ക്രോസ് പീസ് ഉപയോഗിച്ച് ഫിനിഷ് ചെയ്യണം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും നെക്ക് വലിക്കാൻ പാടില്ല. ക്ലോത്ത് വലിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഷേപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. 2 പീസിൻ്റെയും നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ നമ്മൾ നെക്കിന് സെൻറ്റർ മാർക്ക് ചെയ്തിരുന്നു. അതേപോലെ ഈ പീസിലും സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ കറക്റ്റ് വരത്തക്ക രീതിയിൽ വെച്ച ശേഷം നെക്ക് വിട്ട് മെഷർ ചെയ്ത് നോക്കണം. അതേപോലെ കറക്റ്റായിട്ട് വെച്ച് ഇവിടെ പിൻ കുത്തി ഇവിടെ നിന്നും ഇത് അറ്റാച്ച് ചെയ്തെടുക്കുക. 2 പീസും കൂടെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട് നെക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ വേണമെങ്കിൽ
ബട്ടൺ വെച്ച് കൊടുക്കാം. അതല്ല ഇവിടെ പൈപ്പിംഗ് വെക്കണമെങ്കിൽ പൈപ്പിംഗ് കൂടെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പം ക്രോസ് പീസ് വെച്ച് ഫിനിഷ് ചെയ്തിട്ടേ ഉള്ളൂ. ഞാനിവിടെ വുഡൻ ബട്ടൺ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സാധാരണ കുർത്തി ഫിനിഷ് ചെയ്യാറുള്ളത് പോലെ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്ത് സ്ലീവും കൂടെ അറ്റാച്ച് ചെയ്തെടുക്കുക. ഞാനിവിടെ സ്ലീവിലും ഇതേപോലെ ഇതിന് മാച്ചിങ് ആയിട്ട് ഒരു പീസ് ക്ലോത്ത് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുർത്തി കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എങ്ങനെയാണെന്ന് നോക്കാം. കുർത്തി കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഞാനിവിടെ വുഡൻ ബട്ടൺ ആണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. സ്ലീവിലും ഇതേപോലൊരു പാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഭംഗിയുള്ള ഒരു നെക്ക് ഡിസൈൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.